അജ്മലും സഹയാത്രിക ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലേന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെന്നും എംഎ ഉപയോഗിച്ചെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടമ്മയെ ഇടിച്ച് അതിദാരുണമായി കൊന്ന ശ്രീകുട്ടിയെയും അജ്മലിനെയും കുറിച്ച് ഇനി പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ശ്രീകുട്ടിയെ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് അജ്മൽ പലപ്പോഴും മദ്യം കൊടുത്തിരുന്നത് എന്നുള്ള ഒരു സാധനം ശ്രീകുട്ടി പറയുന്നു. അതുകൂടാതെ തന്നെ ശ്രീകുട്ടിയുടെ അമ്മയും പറയുന്നു പിഞ്ചു കുഞ്ഞാണ്, പ്യാവമാണ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ എന്തെങ്കിലും ചെയ്തതാവുന്ന പറയുന്നത്. പക്ഷേ ഓണത്തിന്റെ തലേ ദിവസവും ഇവര് ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ മറ്റുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായിട്ട് പോലീസിന് ഇവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടി എന്നുള്ളതാണ്. ഇനി കൂടുതലായിട്ട് തെളിവെടുപ്പിന്റെയും കാര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെ സത്യം പറയുന്നുണ്ടെങ്കിൽ ഒരു വിചാരണയും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് സമയം കളയുന്നത് നമ്മുടെ ഖജനാവിലത്തെ പൈസ എന്തിനാ ചെലവാക്കുന്നത്?